നമ്മളിനി ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് ആണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് ട്രാൻസ്ഫോമറിനകത്ത് 2 കോയിൽ കാണും. ഓക്കെ, നമ്മൾ ഈ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന കോയിലിനെ പ്രൈമറി കോയിൽ എന്ന് പറയും. ഏത് വൈൻഡിങ്ങിലേക്കാണോ നമ്മൾ AC വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത് അതിനെ പ്രൈമറി കോയിൽ എന്ന് പറയും. ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ നിങ്ങളടുത്ത് പറഞ്ഞു. ഈ ആദ്യത്തെ കോയിലിലേക്ക് നമ്മൾ 110 വോൾട്ട് കൊടുക്കുന്നു. ട്രാൻസ്ഫോമർ അതിനെ ട്രാൻസ്ഫോം ചെയ്ത് 220 വോൾട്ട് ആയി തരും. അതായത് 220 വോൾട്ടായി നമുക്ക് ഔട്ട്പുട്ട് തരും. ആ 220 കിട്ടുന്ന ഈ രണ്ടാമത്തെ കോയിലിനെ നമ്മൾ സെക്കൻഡറി കോയിൽ എന്ന് പറയും. ഓക്കെ, സെക്കൻഡറി കോയിൽ എന്ന് പറയും. So we can say that this transformer possesses 2 coils. First one is primary coil and the second one is secondary coil. അപ്പോൾ ട്രാൻസ്ഫോമറിന് 2 കോയിൽ ഉണ്ട്. ഒന്ന് പ്രൈമറി കോയിലും രണ്ടാമത്തത് സെക്കൻഡറി കോയിലും. നമ്മൾ ആ AC വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന ആ കോയിലിനെ പ്രൈമറി കോയിൽ എന്നും ആ ട്രാൻസ്ഫോം ചെയ്ത വോൾട്ടേജ് കിട്ടുന്ന ആ രണ്ടാമത്തെ കോയിലിനെ സെക്കൻഡറി കോയിൽ എന്നും പറയും. സോ ദിസ് ട്രാൻസ്ഫോമർ possesses 2 coils. ഫസ്റ്റ് വൺ ഈസ് പ്രൈമറി ആൻഡ് സെക്കൻഡ് വൺ ഈസ് സെക്കൻഡറി കോയിൽ. നമ്മൾ ആ AC വോൾട്ടേജ് കൊടുക്കുന്ന അപ്ലൈ ചെയ്യുന്ന ആ ആദ്യത്തെ കോയിലിനെ വിളിക്കുന്ന പേര് പ്രൈമറി കോയിൽ എന്നും, നമുക്ക് ആ ട്രാൻസ്ഫോം ചെയ്ത അല്ലെങ്കിൽ ചേഞ്ച് ചെയ്ത വോൾട്ടേജ് കിട്ടുന്ന രണ്ടാമത്തെ കോയിലിനെ സെക്കൻഡറി കോയിൽ എന്നും പറയും. നെക്സ്റ്റ്, operating principle, transformer working principle. Okay, when an alternating voltage is applied in the primary coil, നമ്മള് പ്രൈമറി കോയിലിൽ ഒരു AC വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ an alternating current will flow through this primary coil. അപ്പോൾ നമ്മള് ഒരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് പ്രൈമറി കോയിലിൽ അപ്ലൈ ചെയ്ത ഈ ഒന്നാമത്തെ കോയിലിൽ ഒരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു. 110 220 എന്തെങ്കിലും ആവട്ടെ, 110 220 എന്തെങ്കിലും ആവട്ടെ, ഒരു AC വോൾട്ടേജ് നമ്മൾ പ്രൈമറി കോയിലിൽ അപ്ലൈ ചെയ്യുന്നു. Then an alternating current will flow through primary coil. അപ്പോൾ പ്രൈമറി കോയിൽ വഴി ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഒഴുകും. അപ്പോൾ ഈ പ്രൈമറി കോയിൽ വഴി ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഒഴുകുമ്പോൾ നമുക്കറിയാം മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് പ്രൈമറി കോയിൽ ചേഞ്ചസ്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമ്മളൊരു AC വോൾട്ടേജ് പ്രൈമറി കോയിലിലേക്ക് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് പ്രൈമറി കോയിൽ വഴി ഫ്ലോ ചെയ്യും. ദാറ്റ് വിൽ കോസ് എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് അറൌണ്ട് പ്രൈമറി കോയിൽ. അപ്പോൾ ആ പ്രൈമറി കോയിൽ വഴി ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഒഴുകുമ്പോൾ പ്രൈമറി കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. നമ്മളതൊക്കെ ഫാരഡേസ് എക്സ്പെരിമെന്റിൽ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ AC വോൾട്ടേജ് പ്രൈമറി കോയിലിലേക്ക് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് പ്രൈമറി കോയിൽ ഫ്ലോ ചെയ്യുന്നു. അത് പ്രൈമറി കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിനെ എന്തോ ചേഞ്ച് ചെയ്യും. ഓക്കെ, നമ്മൾ ഈ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന പ്രതിഭാസം പഠിച്ചപ്പോൾ പറഞ്ഞു ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് in one coil will induce a voltage in the adjacent coil. നമ്മൾ ആ മ്യൂച്വൽ ഇൻഡക്ഷന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു അഡ്ജസന്റ് ആയിട്ട് 2 കോയിൽ ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു കോയിലുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്താൽ അത് സെക്കൻഡ് കോയിൽ എന്തോ ചെയ്യും, ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും, ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും.
മ്യൂച്വൽ ഇൻഡക്ഷൻ നമ്മൾ പഠിച്ചു. ഓക്കെ, ഇവിടെ അത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മൾ പ്രൈമറി കോയിലിൽ, ഒന്നാമത്തെ കോയിലിൽ ഒരു AC വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ ആ പ്രൈമറി കോയിൽ വഴി ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഒഴുകും, ഫ്ലോ ചെയ്യും. അപ്പോൾ ഈ പ്രൈമറി കോയിൽ വഴി ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ പ്രൈമറി കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. പ്രൈമറി കോയിലിന്റെ അഡ്ജസന്റ് ആയിട്ട് തന്നെ സെക്കൻഡറി കോയിൽ ഇരിപ്പുണ്ട്. അപ്പോൾ പ്രൈമറി കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്താൽ ദാറ്റ് വിൽ ഇൻഡ്യൂസ് എ വോൾട്ടേജ് ഇൻ ദി സെക്കൻഡറി. ദാറ്റ് വിൽ ഇൻഡ്യൂസ് എ വോൾട്ടേജ് ഇൻ ദി സെക്കൻഡറി. അപ്പോൾ പ്രൈമറി കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ഇൻഡ്യൂസ് a voltage in the secondary coil. This is the basic principle of transformer. നമ്മൾ AC വോൾട്ടേജ് പ്രൈമറി കോയിലിലേക്ക് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് പ്രൈമറി കോയിൽ വഴി ഫ്ലോ ചെയ്യും. That will cause a change in magnetic flux around primary coil. ഇപ്പോൾ AC വോൾട്ടേജ് പ്രൈമറി കോയിൽ അപ്ലൈ ചെയ്താൽ പ്രൈമറി കോയിൽ വഴി ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ പ്രൈമറി കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, പ്രൈമറി ഒരു കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്താൽ അത് തൊട്ടടുത്തിരിക്കുന്ന കോയിലിൽ ഒരു EMF അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും. ഇവിടെ അതാണ് സംഭവിക്കുന്നത്. പ്രൈമറി കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ അത് സെക്കൻഡറി കോയിലിൽ ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, ദിസ് ഈസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോർമർ. When an alternating voltage is applied in the primary, an alternating current flows in the primary coil. അതായത് AC വോൾട്ടേജ് പ്രൈമറി കോയിൽ അപ്ലൈ ചെയ്താൽ ആ പ്രൈമറി കോയിലിൽ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഫ്ലോ ചെയ്യും, which produces a change in magnetic flux around primary coil. നമ്മളൊരു AC വോൾട്ടേജ് പ്രൈമറി കോയിൽ അപ്ലൈ ചെയ്താൽ പ്രൈമറി കോയിൽ വഴി ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഫ്ലോ ചെയ്യും, which produces a change in magnetic flux around primary coil. അപ്പോൾ പ്രൈമറി കോയിലിൽ കൂടെ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ പ്രൈമറി കോയിലിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. This will induce a voltage in the secondary. മ്യൂച്വൽ ഇൻഡക്ഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്രൈമറി കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്താൽ സെക്കൻഡറിയിൽ ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും. This will induce a voltage in the secondary. ഇപ്പോൾ പ്രൈമറി കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്താൽ സെക്കൻഡറിയിൽ ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും. ഇനി ആ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ആ സെക്കൻഡറി കോയിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന വോൾട്ടേജിന്റെ മാഗ്നിറ്റ്യൂഡ് will depends on number of turns in the secondary. അപ്പോൾ പ്രൈമറി കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്താൽ സെക്കൻഡറിയിൽ ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ആ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന വോൾട്ടേജിന്റെ മാഗ്നിറ്റ്യൂഡ്, അളവ് എത്ര വോൾട്ടാണ്, അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? സെക്കൻഡറിയിലെ നമ്പർ ഓഫ് കോയിലിനെ ഡിപ്പെൻഡ് ചെയ്യും. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ഡിപ്പെൻഡ്സ് ഓൺ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി. അപ്പോൾ ഞാനൊരു സെക്കൻഡറി കോയിലിൽ ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുമെന്ന് പറഞ്ഞു. അതിന്റെ മാഗ്നിറ്റ്യൂഡ്, അതിന്റെ അളവ് സെക്കൻഡറി കോയിലിലെ നമ്പർ ഓഫ് ടേൺസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ,
ഇനി നമ്മൾ പ്രൈമറി അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്, സെക്കൻഡറി കിട്ടുന്ന വോൾട്ടേജ്, പ്രൈമറി കോയിലിലെ നമ്പർ ഓഫ് ടേൺസ്, സെക്കൻഡറി കോയിലിലെ നമ്പർ ഓഫ് ടേൺസ്, ഇത് തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ എന്ന് പറയുന്നത് വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി കോയിൽ ഡിവൈഡഡ് ബൈ വോൾട്ടേജ് ഇൻ ദ പ്രൈമറി കോയിൽ ഈസ് ഈക്വൽ ടു turns in the secondary coil divided by turns on primary coil. അപ്പോൾ സെക്കൻഡറി കോയിൽ കിട്ടുന്ന വോൾട്ടേജിനെ പ്രൈമറി കോയിൽ കിട്ടുന്ന വോൾട്ടേജ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് സെക്കൻഡറി കോയിലിലെ ടേൺസിനെ പ്രൈമറി കോയിലിന്റെ ടേൺസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് ഈക്വൽ ആണ്. ഓക്കെ, അതായത് സെക്കൻഡറിയിലെയും പ്രൈമറിയിലെയും വോൾട്ടേജ് റേഷ്യോ സെക്കൻഡറിയിലെയും പ്രൈമറിയിലെയും ടേൺസ് റേഷ്യോയ്ക്ക് തുല്യമാണ്. സെക്കൻഡറിയിൽ നമുക്ക് കിട്ടുന്ന വോൾട്ടേജിനെ പ്രൈമറി കൊടുത്ത വോൾട്ടേജ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് സെക്കൻഡറിയിലെ ടേൺസിനെ പ്രൈമറിയിലെ ടേൺസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് തുല്യമാണ്. അതായത് സെക്കൻഡറിയിലെയും പ്രൈമറിയിലെയും വോൾട്ടേജ് റേഷ്യോ സെക്കൻഡറിയിലെയും പ്രൈമറിയിലെയും ടേൺസ് റേഷ്യോയ്ക്ക് തുല്യമാണ്. ഓക്കെ, ഇത് നമുക്ക് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ സെക്കൻഡറിയിലെ വോൾട്ടേജിനെ വി എസ് എന്ന് എടുക്കും. വി എന്ന് പറഞ്ഞാൽ വോൾട്ടേജ്, എസ് ഡിനോട്ട് സെക്കൻഡറി കോയിൽ. പ്രൈമറി അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിനെ വി പി. പി ഇൻഡിക്കേറ്റ്സ് വോൾട്ടേജ് ഇൻ ദ പ്രൈമറി കോയിൽ. ഓക്കെ, ഇനി പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസിനെ എൻ പി എന്ന് എഴുതാം. സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസിനെ എൻ എസ് എന്ന് എഴുതാം. അപ്പോൾ പ്രൈമറിയിലെ വോൾട്ടേജിനെ വി പി എന്ന് എഴുതാം, സെക്കൻഡറിയിലെ വോൾട്ടേജിനെ വി എസ് എന്ന് എഴുതാം, പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസിനെ എൻ പി എന്ന് എഴുതാം, സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസിനെ എൻ എസ് എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ, വി എസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറിയിലെ വോൾട്ടേജ്, വി പി എന്ന് പറഞ്ഞാൽ പ്രൈമറിയിൽ നമുക്ക് കൊടുക്കുന്ന വോൾട്ടേജ്, എൻ എസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറിയിലെ ടേൺസ്, എൻ പി എന്ന് പറഞ്ഞാൽ പ്രൈമറിയിലുള്ള ടേൺസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഫോർമുല എന്ന് പറഞ്ഞാൽ വി എസ് ബൈ വി പി ഈസ് ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി. അപ്പോൾ ഇവിടെ വി പി എന്ന് പറഞ്ഞാൽ പ്രൈമറി നമുക്ക് കൊടുക്കുന്ന വോൾട്ടേജ് 110 ആണെങ്കിൽ 110, 220 ആണെങ്കിൽ 220. വി എസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി കിട്ടുന്ന വോൾട്ടേജ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ എസ്. എൻ എസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറിയിലുള്ള നമ്പർ ഓഫ് ടേൺസ്. സെക്കൻഡറി കോയിൽ എത്ര ചുരുളുകളുണ്ട്, എത്ര നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. എൻ ബി എന്ന് പറഞ്ഞാൽ പ്രൈമറിയിലുള്ള നമ്പർ ഓഫ് ടേൺസ്. പ്രൈമറി കോയിൽ എത്ര ടേൺസ് ഉണ്ട്, എത്ര ചുരുളുകളുണ്ട്. ഓക്കെ, അപ്പോൾ സെക്കൻഡറിയുടെയും പ്രൈമറിയുടെയും വോൾട്ടേജ് റേഷ്യോ സെക്കൻഡറിയുടെയും പ്രൈമറിയുടെയും ടേൺസ് റേഷ്യോയ്ക്ക് തുല്യമാണ്. ഓക്കെ, സെക്കൻഡറിയുടെയും പ്രൈമറിയുടെയും വോൾട്ടേജ് റേഷ്യോ സെക്കൻഡറിയുടെയും പ്രൈമറിയുടെയും ടേൺസ് റേഷ്യോയ്ക്ക് തുല്യമാണ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ്
step up transformer, what is step down transformer.